ഇതാണ് നമ്മുടെ ടർക്കിഷ് ബ്രെഡ്. അപ്പം നല്ല ചൂടുണ്ട്. ഞാനിങ്ങനെ തുറന്ന് കാണിക്കാം. ഇന്ന് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ടർക്കിഷ് ബ്രെഡ് ചിക്കനാണ്. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, 2 ലെയറാണ് അല്ലേ വെന്ത് കഴിഞ്ഞിട്ട്? ഉൾഭാഗം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്നിപ്പോൾ അതുപോലെ നമ്മളെ ചിക്കൻ കറി റെഡിയാണ്. സാധാരണ ഞാനാണല്ലോ ടേസ്റ്റൊക്കെ പറയുന്നത്. ഇന്നിപ്പോൾ ചിക്കൻ കറി റെഡിയാണ്. ഇന്ന് നമ്മളെ ടർക്കിഷ് ബ്രെഡും നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇന്നത്തെ രുചി നോക്കുന്നത്, ടേസ്റ്റ് പറയുന്നത് ഹർഷയാണ്. ഹർഷ ഒന്ന് ടേസ്റ്റ് പറഞ്ഞോളൂ. ടർക്കിഷ് ബ്രെഡ് ഇത് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന്. ഞാൻ വെറുതെ ടർക്കിഷ് ബ്രെഡ് ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണ്. ഓക്കെ, ടർക്കിഷ് ബ്രെഡിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. ഓക്കെ, ഉപ്പും ഒക്കെ പാകത്തിനുണ്ട്. ഓക്കെ, ചിക്കൻ കറി കൂട്ടി ഒന്ന് വിശദീകരിക്കാം. കറിയുടെ വേവും പാകങ്ങളൊക്കെ വെന്തിട്ടുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്. രുചി കൂടി ഒന്ന് പറയൂ. നല്ല കോമ്പിനേഷനാണ്, സൂപ്പർ ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ചിക്കൻ കറിയും നാടൻ ചിക്കൻ കറിയും. ചിക്കൻ കറി നാടനാണ്, ടർക്കിഷ് ബ്രെഡ് വിദേശിയാണ്. പക്ഷെ നല്ല കോമ്പിനേഷനാണ്. ഇഷ്ടമായി, നല്ലതാണ്, സൂപ്പറാണ്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇനി സൺഡേ ബ്രേക്ക്ഫാസ്റ്റ് ടർക്കിഷ് ബ്രെഡും ചിക്കൻ കറിയും കൂടെ കഴിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഈ പാചക വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ ഇടുക. താങ്ക് യു സോ മച്ച്. ഹാവ് എ വണ്ടർഫുൾ സൺഡേ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ടർക്കിഷ് ബ്രെഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ടർക്കിഷ് ബ്രെഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ ഇവിടെ വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കും. ഇത് വളരെ നല്ല ഒരു വിഭവമാണ്, ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ടർക്കിഷ് ബ്രെഡ് തയ്യാറാക്കാം. അപ്പോൾ അതിലേക്ക് ആദ്യം നമുക്ക് വേണ്ടത് അതിനുള്ള ഫ്ലോറാണ്. അതിൽ ഞാനിവിടെ മൈദയും ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. നമുക്കത് മൈദയിലുണ്ടാക്കാം, മൈദ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കാം, ഗോതമ്പ് മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കാം, രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കാം. അപ്പം 2 കപ്പ് മൈദയും 2 കപ്പ് ഗോതമ്പും ആണ് എടുത്തിരിക്കുന്നത്. അപ്പം മിക്സ് ചെയ്തുണ്ടാക്കുമ്പം അതിന് കുറച്ചുകൂടെ സോഫ്റ്റ്നെസ് ഉണ്ടാകും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് പാല്, അതിലേക്ക് പാലിനകത്തേക്ക് 2 സ്പൂൺ പഞ്ചസാരയും ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ ഈ ചെറു ചൂട് ഉള്ള പാലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചെറു ചൂടുള്ള പാലാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് 2 സ്പൂൺ പഞ്ചസാരയും ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ഒരു ടീസ്പൂണോളം ഉപ്പ് വേണ്ടി വരും അല്ലേ? നമ്മളിപ്പോൾ ഇത് ഏകദേശം ഒരു 6-7 പേർക്കുള്ള ടർക്കിഷ് ബ്രെഡ് കിട്ടില്ലേ നമുക്ക്? ഉണ്ടാവും. ഒരു 10-15 ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? 15 ബ്രെഡ് ഉണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളതാണ്. അപ്പോൾ ഒരു 2 എണ്ണത്തിൽ കൂടുതലൊന്നും 2 കഴിച്ചാൽ തന്നെ നമ്മൾ വിശപ്പ് മാറും. അതിൽ കൂടുതൽ കഴിക്കുകയില്ല. പിന്നെ അത്യാവശ്യം നമ്മൾ ചപ്പാത്തി പോലെ അല്ലല്ലോ, ഒരു ടർക്കിഷ് ബ്രെഡിന് ഏകദേശം ഒരു 2 ചപ്പാത്തിയുടെ അത്ര തന്നെ ക്വാണ്ടിറ്റി ഉണ്ടാകും. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഇത് 1 സ്പൂൺ നെയ്യാണ്. ശരിക്കും നമ്മൾ ചേർക്കേണ്ടത് 1 സ്പൂൺ ബട്ടർ ചേർക്കാം. അതല്ലെങ്കിൽ ഒരു റിയൽ റെസിപ്പിയിൽ പിന്നെ ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. ഒലിവ് ഓയിൽ. അപ്പം ഒലിവ് ഓയിൽ ഇവിടെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. ഒലിവ് ഓയിലിന്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. ഇവിടെ ബട്ടർ നല്ല ടേസ്റ്റാണ്. ബട്ടർ ഏറ്റവും ടേസ്റ്റാണ്. ബട്ടർ ഇപ്പം എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 സ്പൂൺ നെയ്യ് ചേർക്കാൻ പോകും. ഇത് പശു നെയ്യാണ്. നമ്മുടെ പശുവിൻ്റെ പാല് കുറേ ഒഴിച്ച് അതിൽ നിന്ന് തയ്യാറാക്കിയ നെയ്യാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ധൈര്യപൂർവ്വം ബാക്കി ഇപ്പോൾ എന്താണെങ്കിലും ഒലിവ് ഓയിലായാലും ബട്ടർ ആയാലും നമ്മൾ വാങ്ങുന്നത്. അപ്പം നമ്മളിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു ഇൻഗ്രീഡിയൻ്റാണ് ചേർക്കുന്നത്, നെയ്യാണ്. ഇതിന് പകരം നമുക്ക് ഒലിവ് ഓയിൽ ഉപയോഗിക്കാം, അതുപോലെ തന്നെ ബട്ടർ ഉപയോഗിക്കാം. ഓക്കെ, അതല്ലെങ്കിൽ ഇതൊന്നുമില്ലെങ്കിൽ ഏതെങ്കിലും
റിഫൈൻഡ് ഓയിലും വെജിറ്റബിൾ ഓയിൽ ചേർത്താൽ മതി അല്ലേ? റിഫൈൻഡ് ഓയിൽ വേണം. ഓക്കെ. എന്നിട്ട് ഇത് നമ്മൾ എല്ലാം കൂടെ ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. ഇപ്പം ഇതിന് പിന്നെ ആവശ്യത്തിന് കുഴയ്ക്കാൻ ആവശ്യത്തിന് ചെറു ചൂടുവെള്ളം ആക്കി, ചെറു ചൂടുവെള്ളം, ഇപ്പം ചെറിയ ചൂടുവെള്ളം ഉപയോഗിക്കുന്ന ചൂടുള്ള പാൽ ഉപയോഗിക്കുന്നതും ഈസ്റ്റ് നന്നായിട്ട് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചൂട് കൂടിയാലും കുറഞ്ഞാലും അതിൻ്റെ ഒരു ഫലം നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ചെറു ചൂടുള്ള വെള്ളവും ചെറു ചൂടുള്ള പാലും ഉപയോഗിക്കുക. അല്ലെങ്കിൽ മാവ് പുളിച്ചു വരാൻ ബുദ്ധിമുട്ടാകും. ഇനി ഇതിന് ആവശ്യത്തിന് കുഴയ്ക്കാൻ ആവശ്യത്തിന് നമ്മൾ ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ച് കുഴയ്ക്കുക. അതിൻ്റെ മിക്സിങ് നന്നായി വരണം അല്ല? ഇതെല്ലാം കൂടി കൂട്ടിയുള്ള മിക്സിങ് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് കുഴയ്ക്കുന്നതിലാണ് അതിൻ്റെ സോഫ്റ്റ്നെസ് ഇരിക്കുന്നത്. അതുപോലെ പുളിപ്പും മാവ് പുളിക്കുന്നതും അതുപോലെ തന്നെ അങ്ങനെയാണല്ലേ? നന്നായി കുഴച്ച് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ മാവ് കുഴച്ച് റെഡിയായിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റായിട്ട് ഇരിക്കണം. ഇതില്ലേ, നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ കുഴിഞ്ഞു പോകണം. അതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ഇനി ഇത് നമ്മളൊരു 1 മണിക്കൂർ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇതിങ്ങനെ പൊങ്ങി വരണം. ഇതിൻ്റെ ഡബിൾ സൈസായിട്ട് പൊങ്ങി വരണം. അപ്പം അതിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ബട്ടറോ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ എന്താ ഉപയോഗിക്കുന്നത് അത് ഇങ്ങനെ ഒന്ന് തടവി വെക്കുക. ഇതിങ്ങനെ ഡ്രൈ ആയി പോവാതിരിക്കാനാണ്. ഇങ്ങനെ ചെയ്യുന്നത്. വെച്ചിട്ട് ഒരു കോട്ടൺ ക്ലോത്ത് നനച്ച് അതുകൊണ്ട് ഇത് മൂടി വെക്കുക. ഇനി 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇത് ഡബിൾ സൈസ് ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ 2 മണിക്കൂർ. രാവിലെ ഉണ്ടാക്കുന്നവർക്ക് ഓവർനൈറ്റ് വേണമെങ്കിൽ വെക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പം നല്ല സോഫ്റ്റായിട്ടിരിക്കും. നന്നായിട്ട് പൊങ്ങി വരണം. പൊങ്ങി വരാനായിട്ട് നമുക്ക് കാത്തിരിക്കാം അല്ലേ? നമ്മൾ ടർക്കിഷ് ബ്രെഡിന് കറിയായിട്ട് ചിക്കൻ നമ്മൾ തയ്യാറാക്കുകയാണ്. അപ്പോൾ ചിക്കൻ നമുക്കൊന്ന് കട്ടിങ് ആരംഭിക്കാം. ചിക്കൻ കട്ട് ചെയ്യാനായിട്ട് നമുക്ക് നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്യാം. കറിക്കായാണ് നമ്മൾ തീരെ ചെറുതല്ല, അതേസമയം അത്ര വലുതുമല്ല, ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ ഇവിടെയുള്ള കടകളിലൊക്കെ പോകുമ്പോൾ ഈ ചിക്കൻ അവർ കട്ട് ചെയ്യുന്നതും അതുപോലെ കടയിലെ ആ ഒരു പ്രത്യേക സാഹചര്യമൊക്കെ നമുക്ക് അത്ര ഒരു ആരോഗ്യകരമാകണമെന്നില്ല, ഇഷ്ടപ്പെടുന്നതാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചിക്കൻ നേരെ മേടിച്ച് വന്ന് വീട്ടിൽ വന്ന് വെച്ച് കട്ട് ചെയ്യുക ചെയ്യുന്നത്. നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് നമ്മുടെ താല്പര്യപ്രകാരം കട്ട് ചെയ്യാമല്ലോ. നമ്മളെ വേണ്ട ഷേപ്പിൽ കട്ട് ചെയ്യാമല്ലോ. വളരെ എളുപ്പമാണ്. ചിറകിൻ്റെ ഒക്കെ തുമ്പ് നമ്മൾ ഒഴിവാക്കും.
ചിക്കൻ നമ്മൾ കട്ടിങ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ലാസ്റ്റ് ലെഗ് പീസാണ്. ഇത് നമ്മൾ കട്ട് ചെയ്ത് വൃത്തിയായിട്ട് എടുക്കുന്നു. അതിനുശേഷം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ കട്ട് ചെയ്ത് കഴിഞ്ഞ് വാഷ് ചെയ്ത് 2 പ്രാവശ്യം വാഷ് ചെയ്യുക. 2-3 പ്രാവശ്യം. ഇത് ക്ലീനാണ്, ഓൾറെഡി ക്ലീൻ ചെയ്തതാണ്. അപ്പോൾ 2 പ്രാവശ്യം വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ മാറിനേഷൻ ചെയ്ത് കുറച്ച് സമയം ഒരു 1/4 മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം നമ്മളത് കറിയാക്കും. കറിയാക്കുന്നതിൻ്റെ വീഡിയോയും ഇടുന്നതാണ്. നമ്മളപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചിക്കൻ കറിയും അതേപോലെ തന്നെ നമ്മൾ ടർക്കിഷ് ബ്രെഡുമാണ്. ചിക്കൻ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് കഴുകിക്കൊണ്ട് വരാം. കഴുകിയിട്ട് വന്നിട്ട് ബാക്കി കാണിച്ചു തരാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ടർക്കിഷ് ബ്രെഡും ചിക്കൻ കറിയാണെന്ന് നമുക്ക് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഓൾറെഡി കട്ട് ചെയ്ത് അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് ഫസ്റ്റ് മാറിനേഷൻ, ചിക്കൻ കറി വെക്കുന്നത് നമ്മൾ മാറിനേഷനുണ്ട്. അപ്പോൾ ഫസ്റ്റ് മാറിനേഷൻ നമുക്ക് വേണ്ടത്, ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ കറി പൗഡർ നമ്മൾ മിക്സ് ചെയ്യും. അത് എടുത്തിട്ട് ഒരു 3/4 ടീസ്പൂൺ, ഇതിപ്പോൾ ഒരു 1.5 കിലോ ഇറച്ചിയുണ്ട്. 1.5 കിലോ ഇറച്ചിക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ ചിക്കൻ കറി പൗഡർ, 1.5 ടീസ്പൂൺ, ഒരു കുറച്ച് ചിക്കൻ കറി പൗഡറും കൂടെ വേണം. അത് നമ്മൾ ഈ പൗഡറെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിൽ ഇത് പിടിപ്പിച്ച് ഒരു 1/4 മണിക്കൂർ, സമയമുള്ള പോലെ ഒരു മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും നമ്മൾ മാറിനേഷന് വേണ്ടി വെക്കണം. അങ്ങനെ വെച്ചതിന് ശേഷം പിന്നീട് നമ്മൾ ഇതിനകത്ത് നമ്മൾ ചെറിയ ഉള്ളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പില അതെല്ലാം കൂടെ ചെയ്ത് നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കും. അതെല്ലാം വഴറ്റുന്ന സമയത്ത് പിന്നെയും നമ്മൾ ഗരം മസാല, അതുപോലെ തന്നെ നമ്മൾ ഇറച്ചിക്കറിക്ക് വേണ്ട കറി പൗഡറുകൾ എല്ലാം അതിൽ ചേർക്കും. എന്നിട്ട് അത് വഴന്ന് കഴിയുമ്പോൾ അതിലേക്കായിരിക്കും നമ്മൾ ഈ ചിക്കൻ, ഇപ്പോൾ ഓൾറെഡി മഞ്ഞപ്പൊടിയും ഉപ്പും അതുപോലെ കുറച്ച് ചിക്കൻ കറി പൗഡറും തിരുമ്മി വെച്ചിരിക്കുന്ന ഈ ചിക്കൻ 1/2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ വഴറ്റി എടുത്ത മസാല, വഴറ്റാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് തക്കാളി, അതിനകത്ത് നമ്മൾ ഇലകളെല്ലാം, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പിലയെല്ലാം ഇടും. അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ അത് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഈ ചിക്കൻ ഇട്ടിട്ട് നമ്മൾ കറിയാക്കുക ചെയ്യുന്നത്. അത് ഞാൻ ഇപ്പോഴേ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോയിൽ ഫുള്ള് അത് കാണിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴേ അത് പറയുന്നത്. ഇപ്പോൾ നമ്മളിത് ഫസ്റ്റ് മാറിനേഷൻ കഴിഞ്ഞു. ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ തക്കാളി, ചെറിയ ഉള്ളി, അതുപോലുള്ള മറ്റ് വെജിറ്റബിളെല്ലാം വഴറ്റിയതിന് അതിലേക്ക് ഇതിട്ടിട്ട് വേവിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതൊരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആണ്. അതിനകത്ത് ടർക്കിഷ് ബ്രെഡിനാണ് നമ്മൾ പ്രാധാന്യം. ടർക്കിഷ് ബ്രെഡിനൊപ്പം നമ്മൾ ചിക്കൻ കറിയും കൂടിയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ചിക്കനും റെഡിയായി വരുന്നുണ്ട്. തൽക്കാലം നമുക്കിത് മാറിനേഷന് വേണ്ടി മാറ്റി വയ്ക്കാം. നമ്മുടെ ടർക്കിഷ് ബ്രെഡ് നാടൻ ചിക്കൻ കറി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ചിക്കൻ കറി തയ്യാറാക്കാനായിട്ടുള്ള മസാല, അതായത് നമ്മൾ ചെറിയ ഉള്ളി, സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മുളക്, പച്ചമുളക് അത്രയും നമ്മൾ വഴറ്റിയിട്ടുണ്ട്. ഏകദേശം ഒരു ഇനി ഇത് തയ്യാറാക്കുന്ന വിധം ഹർഷ പറയും. ഇനി ഇതിലേക്ക് കുറച്ച് നമ്മൾ പൊടികൾ ചേർക്കുകയാണ്. അപ്പോൾ ഇത് മല്ലിപ്പൊടി, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ മുളക് പൊടി. ഇവിടെ സ്പൈസ് ലെവൽ കുറച്ച് കാശ്മീരി അല്ലേ, കാശ്മീരി ചില്ലി അല്ലേ. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ മുളക് പൊടി ചേർക്കും. നമുക്ക് എരിവ് കുറച്ച് മതി. പിന്നെ ഇതിൽ ചേർക്കുന്നത് ഗരം മസാല, കുരുമുളക് പൊടി, 1/2 സ്പൂൺ പൊടി. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ വെജിറ്റബിൾ മസാല ഏകദേശം ഒരു സെമി വഴറ്റിയിട്ടുണ്ട്, പകുതിയോളം വഴറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്കാണ് നമ്മളിപ്പോൾ ഈ പൗഡറുകൾ ഇടുന്നത്. നാടൻ ചിക്കൻ കറിക്ക് വേണ്ട പ്രിപ്പറേഷനാണ് ഇനിയിപ്പോൾ ഇടുന്നത്. ഇറച്ചി മസാല, നമ്മളൊരു കുറച്ച് ഇറച്ചി മസാല ഇടുന്നുണ്ട്, ഒരു സ്പൂൺ. ഇതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിയുമ്പോൾ ഈ അരപ്പിൻ്റെ ഒരു പച്ചമണം മാറട്ടെ. പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് ഇതിനകത്ത് ഇനി ടൊമാറ്റോയും കൂടി ഇടണം അല്ലേ. ടൊമാറ്റോ ഇട്ട് ഒരു 2 ടൊമാറ്റോ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് 1.5 കിലോ ഇറച്ചിയാണ്, ചിക്കൻ 1.5 കിലോ ആണ്. അപ്പോൾ അതിൽ 2 ടൊമാറ്റോയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റണം. ടൊമാറ്റോ ഇട്ടോളൂ, കട്ട് ചെയ്ത് ടൊമാറ്റോ. ഒരു പൊടി
മഞ്ഞൾപ്പൊടിയോടെ ഇട്ടു. നമ്മളിത് വഴറ്റി വരുമ്പോൾ നമുക്കറിയാം എന്തിൻ്റെങ്കിലും ഒരു കുറവുണ്ടോ എന്നുള്ളത് നമ്മളത് കാണുമ്പോഴും അതിൻ്റെ ആ സ്മെല്ലടിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മളതനുസരിച്ച് ചേർത്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ കോഴി നമ്മൾ ഇടാനായിട്ടുള്ള ഈ ഇതിനകത്ത് വന്നിരിക്കുന്നത് ചുവന്നുള്ളി, സവോള, ഇഞ്ചി, ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, മുളക്, കരിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇറച്ചി മസാലപ്പൊടി, പിന്നെ മല്ലിപ്പൊടി. ചിക്കൻ ഇടാം അല്ലേ? നമ്മളിനി ഇതിലേക്ക് ചിക്കൻ ഇടുകയാണ്. ടൊമാറ്റോ ഇട്ടില്ല. ടൊമാറ്റോ ഇടാനുണ്ട്. ഞാൻ ടൊമാറ്റോ ഇട്ടെന്ന് വിചാരിച്ചത്. ഓക്കെ, നമ്മൾ ഏകദേശം ഒരു 2 ടൊമാറ്റോ വളരെ നൈസായിട്ട് കട്ട് ചെയ്ത് ഇതിലിടുന്നുണ്ട്. അതുകൂടി ഒന്ന് വഴറ്റി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ആവി കയറി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ആദ്യത്തെ മാറിനേറ്റ് ഇറച്ചി കോഴി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും ഇറച്ചി മസാലയും ഉപ്പും തിരുമിപ്പോൾ ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞ് ഏകദേശം 1 മണിക്കൂറാകുന്നു. അപ്പോൾ നമ്മൾ ടർക്കിഷ് ബ്രെഡിനുള്ള മാവ് നമ്മൾ പുളിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ പുളിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കൊണ്ട് അതിൻ്റെ പുളിപ്പ് കഴിയും. അപ്പോൾ അന്നേരത്തേക്കും ഇൻ ബിറ്റ്വീൻ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കറി റെഡിയാക്കുകയാണ്. ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമയവും ലാഭിക്കാം. നമ്മൾ 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണി ആരംഭിച്ചു, 9 മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാം. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ കറി നമ്മളിവിടെ ഇനി ഇറച്ചിയും കൂടി ഇട്ടിട്ട് നമ്മൾ കറി ഇവിടെ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ ബ്രെഡിനുള്ള പണി ആരംഭിക്കും. അപ്പോൾ ബ്രെഡ് മാവ് ഓൾറെഡി പുളിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിപ്പോൾ നമ്മൾ അവസാനം ഇട്ട ടൊമാറ്റോയും തക്കാളിയും അത്യാവശ്യം വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇറച്ചി ഇടുന്നു, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോഴി ഇറച്ചി ഇടുന്നു. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നു. നമ്മൾ ഫുൾ ഫ്ലെയിമിലേക്ക് സ്റ്റൗ വെക്കുന്നു. ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ. അതിനിടയിൽ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1/2 മണിക്കൂർ മുതൽ 3/4 മണിക്കൂറിനിടയിൽ അത് വേകും. അപ്പോൾ 1/2 മണിക്കൂർ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് മറിച്ച് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കും. ഓക്കെ, നമ്മൾ ഓൾറെഡി ആദ്യം മാറിനിട്ട് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകളെല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. നാടൻ ചിക്കൻ കറിയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി മസാലയെല്ലാം ഇതിലേക്കൊന്ന് പിടിപ്പിച്ചിട്ട് നമ്മളത് മൂടി വെക്കും. അത് കഴിയും. ആ സമയത്ത് ചിക്കൻ വെന്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ടർക്കിഷ് ബ്രെഡ് തയ്യാറാക്കും. ഒരു 1/2 മണിക്കൂർ, അതിന് 3/4 മണിക്കൂർ, എന്തായാലും 3/4 മണിക്കൂറിനുള്ളിൽ നമുക്ക് എല്ലാ വിഭവങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് സൺഡേ ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങൾ റെഡിയാകുന്നതായിരിക്കും. നമുക്കിനി ഇത് തൽക്കാലം ഒരു 1/2 മണിക്കൂർ വേവിക്കാൻ വെക്കാം അല്ലേ? കുറച്ച് കറിവേപ്പില ഇട്ടില്ല, കറിവേപ്പിലയും കൂടി ഇടണം. കറിവേപ്പില നമുക്ക് ഏത് ഘട്ടത്തിലും ഇടാം. വേണമെങ്കിൽ നമുക്ക് ഉള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ വഴറ്റി വരുന്ന സമയത്ത് വേണമെങ്കിൽ കറിവേപ്പില ഇടാം. പക്ഷെ നമുക്ക് കറിവേപ്പിലയുടെ ആ ഒരു അരോമ, ആ ഒരു ഗന്ധം കിട്ടുവാൻ ഏറ്റവും നല്ലത് ഒരു ഫൈനൽ ഘട്ടത്തിലേക്ക് ഇടുക. അപ്പം നമ്മളിപ്പോൾ കുറച്ച് ഈ ചിക്കൻ അതിൻ്റെ ഒപ്പം കുറച്ച് ഇടുന്നുണ്ട്. ചിക്കൻ വേകുന്നതിൻ്റെ ഒപ്പം ചിക്കനിലേക്ക് കറിവേപ്പിലയുടെ ആ ഒരു ഗന്ധവും ടേസ്റ്റും ഒക്കെ പിടിക്കാനായിട്ട് ഇടുന്നുണ്ട്. ഇനി നമ്മൾ അവസാന ഘട്ടത്തിൽ കുറച്ചുകൂടി, അത് അവസാനം അടുപ്പിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പ് ഒരു ശകലം കരിവേപ്പില കൂടി ഇട്ട് കൊടുക്കും. ഇപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്ത് മൂടി വെക്കാം, വെന്ത് വരട്ടെ. ആ സമയത്ത് നമുക്ക് ടർക്കിഷ് ബ്രെഡ് ഉണ്ടാക്കുവാനായിട്ട് മാറാം. നമ്മുടെ ടർക്കിഷ് ബ്രെഡ് നാടൻ ചിക്കൻ കറി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ കറി വെന്തിട്ടുണ്ട് നല്ല. ഇപ്പോൾ ഞാൻ അതിൻ്റെ മൂടി മാറ്റിയപ്പോൾ നല്ല സുഗന്ധം വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളിത് തീ ഇപ്പോൾ ഓഫാക്കും, കറി എടുത്ത് മാറ്റി വെക്കും. പിന്നെ നമ്മൾ ടർക്കിഷ് ബ്രെഡ് കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഇപ്പോൾ അത് ചിക്കൻ മാറ്റുന്നതിന് മുമ്പ് നമ്മൾ ഫൈനലായിട്ട് കുറച്ച് മല്ലിയില കുനുകുന അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില കൂടി ഈ കറിയുടെ മുകളിൽ വിതറുന്നുണ്ട്. ഇനി നമ്മളിത് അടുപ്പിൽ നിന്ന് മാറ്റുകയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വൈകാതെ തന്നെ കഴിക്കാം. ചിക്കൻ കറി, നാടൻ ചിക്കൻ കറി റെഡിയാണ്. ടർക്കിഷ് ബ്രെഡിനുള്ള മാവ് റെഡി ആയിട്ടുണ്ടോ നോക്കാം. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടല്ലേ? സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഉണ്ടല്ലേ, വളരെ സോഫ്റ്റാണ്. മാവ് പൊളിച്ച് നല്ലപോലെ സോഫ്റ്റായി. ഇനി അടുത്ത കാര്യമാണ്, ഇനി എന്താ ചെയ്യുന്നതെന്നുള്ളതാണ്. ഇനി ഇത് ഇങ്ങനെ 2-3 പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ.
ഇതുപോലെ ബോൾ ഷേപ്പിലാക്കി നമുക്ക് ഓക്കെ. വെക്കാം. നമുക്ക് ഈസി ആയിട്ട് മുറിച്ചെടുക്കാൻ അതിനെ ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. കല്ലേൽ ഉരുട്ടി. ഇനി ഇതിവിടെ ഇങ്ങനെ വെച്ച് കട്ട് ചെയ്തെടുക്കും. ഇത് ഈ ഷേപ്പിലായാലും നമുക്കത് പരത്താൻ എളുപ്പമുണ്ട്. ഇത് ബോൾസ് ആക്കിയിട്ടുണ്ട്. നമുക്കിനി ഇത് പരത്തിയെടുക്കാം. അപ്പം പരത്താനായിട്ട് ടർക്കിഷ് ബ്രെഡിനുള്ള ബോളുകൾ റെഡിയാണ്. ഒരെണ്ണം എടുത്തു കഴിയുമ്പോൾ നമ്മൾ നനഞ്ഞ തുണി കൊണ്ട് ഇത് മൂടിയിടണം, അല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോവും. ഓരോന്ന് എടുത്തു കഴിയുമ്പോൾ അത് മൂടിയിടണം. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ഫ്ലോർ, ഗോതമ്പ് പൊടിയാണെങ്കിലും മൈദയാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത്. നോക്കിയിട്ട് ഒരുപാട് പരത്തി അങ്ങോട്ട് പപ്പടം പോലെ ആക്കണ്ട അല്ലേ? വേണ്ട. ആ ബ്രെഡിൻ്റെ ഒരു തിക്നെസ് കിട്ടാനായിട്ട് നമ്മൾ ഉള്ളത് കാരണം അധികം അങ്ങോട്ട് നൈസാക്കി പരത്തുന്നില്ല അല്ലേ? ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേര് ടർക്കിഷ് ബ്രെഡ് എന്ന് പറയുന്നത്. എല്ലാ സൈഡും ഒരുപോലെ ഒരേ കനത്തിൽ വരാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ ഇത്രയും തിക്നെസ് ഇതിന് വേണം. ഇതുണ്ട്. ഇത് നമുക്കിനി ചുട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ചുടാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ലോയിലേക്കും ഹൈയിലേക്കും മാറി മാറി ഇട്ടിട്ട് വേണം അത് ചുടാൻ. ഇത് ചപ്പാത്തി ഉണ്ടാക്കുന്ന അത്രയും പെട്ടെന്ന് വെന്ത് കിട്ടില്ല, ഒരു കുറച്ച് സമയം എടുക്കും. ഒരു സൈഡ് നല്ലപോലെ ആയല്ലേ? നെയ്യ് അത് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുക അല്ലേ? മൊത്തം ഈ ബ്രെഡിൻ്റെ മുകളിൽ രണ്ട് സൈഡിലും. ഡ്രൈ ലീവ്സ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. എടുത്ത് മാറ്റാം. ഒരു സൈഡിലേ പരട്ടുള്ളൂ? ഒരു സൈഡിൽ പരട്ടിയാൽ മതി. ഓൾറൈറ്റ്. നമ്മളത് കാസറോളിലേക്ക് മാറ്റി വെക്കുന്നു. മുഴുവൻ ചുട്ട് കഴിയുമ്പോൾ നമുക്ക് കഴിക്കാം. പൊങ്ങി വരുമല്ലേ ശരിക്കും? നല്ലപോലെ ഫുള്ള് പൊങ്ങിയിട്ടുണ്ട്. ഇത് നല്ലപോലെ പൊങ്ങി ഏകദേശം ഒരു 5 സെൻറ്റിമീറ്ററോളം വീർത്ത് മുകളിലോട്ട് പൊങ്ങിയിട്ടുണ്ട്. നല്ല കാര്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, കണ്ടോ? ഒരു ബോൾ പോലെ, ബോളിൽ നമ്മൾ പമ്പ് ചെയ്ത് നിറയ്ക്കുമ്പോൾ പൊങ്ങുന്ന പോലെ പൊങ്ങുന്നുണ്ട്, കണ്ടോ? യെസ്. ഫുള്ളായിട്ടിങ്ങനെ പൊങ്ങി വരണം. യെസ്, ഇതാണ് നമ്മളുടെ ടർക്കിഷ് ബ്രെഡ്. ഇനിയിപ്പോൾ നമ്മൾ ഗീയും സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ റെഡി, പണി കഴിഞ്ഞു. കറക്റ്റാണ് അത്, അതിൻ്റെ ആ വേവ്. നമ്മളിനി ഒരു സ്പൂണിൽ കുറച്ച് ഗീയും മല്ലിയിലയും കൂടെ ഈ ടർക്കിഷ് ബ്രെഡിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യുന്നു. കാസറോളിലോട്ട് മാറ്റി വയ്ക്കുന്നു. എല്ലാവർക്കും ആവശ്യത്തിന് ചുട്ട് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ഇതാണ് നമ്മുടെ ടർക്കിഷ് ബ്രെഡ്. അപ്പം നല്ല ചൂടുണ്ട്. ഞാനിങ്ങനെ തുറന്ന് കാണിക്കാം. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ടർക്കിഷ് ബ്രെഡ് ചിക്കനാണ്. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, 2 ലെയറാണ് അല്ലേ വെന്ത് കഴിഞ്ഞിട്ട്? ഉൾഭാഗം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്നിപ്പോൾ അതുപോലെ നമ്മളെ ചിക്കൻ കറി റെഡിയാണ്. സാധാരണ ഞാനാണല്ലോ ടേസ്റ്റൊക്കെ പറയുന്നത്. ഇന്നിപ്പോൾ ചിക്കൻ കറി റെഡിയാണ്. ഇന്ന് നമ്മളെ ടർക്കിഷ് ബ്രെഡും നാടൻ ചിക്കൻ കറി
റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇന്നത്തെ രുചി നോക്കുന്നത്, ടേസ്റ്റ് പറയുന്നത് ഹർഷയാണ്. ഹർഷ ഒന്ന് ടേസ്റ്റ് പറഞ്ഞോളൂ. ടർക്കിഷ് ബ്രെഡ് ഇത് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന്. ഞാൻ വെറുതെ ടർക്കിഷ് ബ്രെഡ് ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണ്. ഓക്കെ, ടർക്കിഷ് ബ്രെഡിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. ഓക്കെ, ഉപ്പും ഒക്കെ പാകത്തിനുണ്ട്. ഓക്കെ, നമ്മൾ ചിക്കൻ കറി കൂട്ടി. ഒന്ന് വിശദീകരിക്കാം കറിയുടെ വേവും പാകങ്ങളൊക്കെ. വെന്തിട്ടുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്. രുചി കൂടി ഒന്ന് പറയൂ. നല്ല കോമ്പിനേഷനാണ്, സൂപ്പർ ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ചിക്കൻ കറിയും നാടൻ ചിക്കൻ കറിയും. ചിക്കൻ കറി നാടനാണ്, ടർക്കിഷ് ബ്രെഡ് വിദേശിയാണ്. പക്ഷെ നല്ല കോമ്പിനേഷനാണ്, ഇഷ്ടമായി, നല്ലതാണ്, സൂപ്പറാണ്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇനി സൺഡേ ബ്രേക്ക്ഫാസ്റ്റ് ടർക്കിഷ് ബ്രെഡും ചിക്കൻ കറിയും കൂടെ കഴിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഈ പാചക വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ ഇടുക. താങ്ക് യു സോ മച്ച്. ഹാവ് എ വണ്ടർഫുൾ സൺഡേ.